ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC ചോദിച്ച പദ്ധതികൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ആദ്യം നോക്കുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഒരു സാമ്പത്തിക വർഷം ചുരുങ്ങിയത് 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അങ്ങനെയെങ്കിൽ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഒരു സാമ്പത്തിക വർഷം ചുരുങ്ങിയത് 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഇത് ആരംഭിക്കുന്നത് 2010 അങ്ങനെയെങ്കിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നത് എന്നാണ്? 2005 സെപ്റ്റംബർ 5-നാണ്. 2005 സെപ്റ്റംബർ 5-നാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് 2006 ഫെബ്രുവരി 2-നാണ് ആന്ധ്രാപ്രദേശിലെ ബെണ്ടിലപ്പള്ളിയിലാണ്. ഓർക്കുക, 2006 ഫെബ്രുവരി 2-നാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് പ്രധാനമന്ത്രിയായിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ആദ്യം പദ്ധതി 2006 200 ജില്ലകളിലായിട്ടാണ് വന്നത്. ഇന്ത്യയിലെ 200 ജില്ലകളിലായിട്ടാണ് വന്നത്. കേരളത്തിൽ ആരംഭിക്കുന്നതും 2006 2 ജില്ലകളിലാണ്. ആദ്യമായിട്ട് ആരംഭിക്കുന്നത് വയനാടും പാലക്കാടുമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഈ പദ്ധതി ആരംഭിക്കുന്നത്. എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചത് 2008 ഏപ്രിൽ 1-നാണ്. 2008 ഏപ്രിൽ 1-നാണ് എല്ലാ ജില്ലകളിലേക്കും ഈ ഒരു പദ്ധതി വ്യാപിപ്പിക്കുന്നത്. NREGA എന്നത് MGNREGA എന്ന് പുനർനാമകരണം ചെയ്തത് 2009 ഒക്ടോബർ 2-നാണ്. ഗാന്ധി ജയന്തി ദിനത്തിലാണ് MGNREGA മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമെന്ന് ആക്കി മാറ്റുന്നത്. 2009 ഒക്ടോബർ 2-നാണ് എന്ന് ഓർക്കുക. നിയമം പാസ്സാക്കാൻ പ്രയത്നിച്ച സംഘടന മസൂർ കിസാൻ ശക്തി സംഘടനാണ്. ഇതിൻ്റെ സ്ഥാപക ആരാണ് എന്ന് നമുക്കറിയാം, അരുണ ആസിഫ് അലിയാണ്. അപ്പം ഈ ഒരു സംഘടനയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കാൻ വേണ്ടി പ്രയത്നിച്ച സംഘടന. പ്രധാനമന്ത്രിയായിരുന്നത് മൻമോഹൻ സിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി നരസിംഹ റാവുവാണ് ഈ ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നുകൂടെ പറയുകയാണ്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെൻറ്റ് പാസ്സാക്കുന്നത് 2005 സെപ്റ്റംബർ 5-നാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് 2006 ഫെബ്രുവരി 2-നാണ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ ബെണ്ടിലപ്പള്ളിയിലാണ്. ഇത് എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചത് 2008 ഏപ്രിൽ 1-നാണ്. നമ്മുടെ കേരളത്തിൽ 2006 വരുന്നുണ്ട്. അത് ഏതൊക്കെ ജില്ലകളിലാണ് ആദ്യമായിട്ട് വരുന്നത്? പാലക്കാടും വയനാടുമാണ്. പിന്നെ പറഞ്ഞത് എന്താണ്? ഇതിൻ്റെ പുനർനാമകരണം MGNREGA എന്നാക്കുന്നത് 2009 ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തി ദിനത്തിനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം ഉറപ്പാക്കുക. അതുപോലെ അതുവഴി ഗുണമേന്മയുള്ളതും സ്ഥായിയായിട്ടുള്ളതുമായിട്ടുള്ള ഉൽപാദനക്ഷമമായ ആസ്തികൾ സൃഷ്ടിക്കുക. ദരിദ്രരുടെ ഉപജീവനവുമായിട്ട് ബന്ധപ്പെട്ട വിഭവ അടിത്തറ ശക്തിപ്പെടുത്തുക. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തുക. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക. ഇതൊക്കെയാണ് ഇതിൻ്റെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ ചോദിക്കാം ഇതിൻ്റെ സവിശേഷതകൾ. നിയമത്തിൻ്റെ പിൻബലമുള്ള അവകാശാധിഷ്ഠിത പദ്ധതിയാണ്. അതുപോലെ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് താമസിക്കുന്ന 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും പദ്ധതിയിൽ പങ്കാളിയാകാം. സ്ത്രീക്കും പുരുഷനും തുല്യ വേതനമായിരിക്കും. ഓർക്കുക, സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം. പരിസ്ഥിതി സംരക്ഷണം, കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് മുന്തിയ പരിഗണന. തൊഴിലാളികൾ തന്നെ പ്രവൃത്തികൾ കണ്ടെത്തുകയും അതിനുള്ള ആസൂത്രണത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ആസൂത്രണത്തിലും നിർവഹണത്തിലും തികഞ്ഞ സുതാര്യത. കരാറുകാരോ ഇടനിലക്കാരോ ഇല്ല.
വേതന സാധന അനുപാതം 60:40 ജില്ലാ തലത്തിൽ പാലിച്ചാൽ മതിയാകും. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ലേബർ ബഡ്ജറ്റിംഗ്. ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി മാത്രം വേതന വിതരണം ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി മാത്രം. സ്ത്രീകൾക്ക് മുൻഗണന. കുറഞ്ഞത് 1/3 തൊഴിലാളികൾ സ്ത്രീകളായിരിക്കണം. ഇത് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. 1/3 തൊഴിലാളികൾ സ്ത്രീകളായിരിക്കണം. കമ്പ്യൂട്ടർ ശൃംഖല വഴിയുള്ള മോണിറ്ററിംഗ് സംവിധാനം. ഗ്രാമസഭ തന്നെ പദ്ധതി ഓഡിറ്റ് ചെയ്യുന്നു. സോഷ്യൽ ഓഡിറ്റ് സംവിധാനമാണ് ഇതിന്. അപ്പോൾ ഗ്രാമസഭ തന്നെ പദ്ധതി ഓഡിറ്റ് ചെയ്യുകയാണ്. ആശുപത്രിയിൽ കിടന്ന് ചികിത്സ വേണ്ടി വരുമ്പോൾ പകുതി വേതനം. പ്രവൃത്തി തീരുന്ന ദിവസം വരെ മാത്രം പകുതി വേതനം ലഭിക്കും. അപകട മരണങ്ങൾക്ക് എക്സ്ഗ്രേഷ്യ 25,000 രൂപയാണ്. 25,000 രൂപയാണ്. 5 വയസ്സിൽ താഴെയുള്ള 5 കുട്ടികളെങ്കിലും തൊഴിലാളികളോടൊപ്പം ജോലിസ്ഥലത്ത് വരികയാണെങ്കിൽ അവരെ ശുശ്രൂഷിക്കാൻ ആയയുടെ സേവനമുണ്ടാകും. തൊഴിലാളികളോടൊപ്പം വരുന്ന കുട്ടികൾക്ക് പ്രവൃത്തി സ്ഥലത്ത് വെച്ചുണ്ടാകുന്ന അപകടത്തെ തുടർന്ന് മരണം സംഭവിച്ചാൽ 25,000 രൂപ എക്സ്ഗ്രേഷ്യ ലഭിക്കും. പ്രവൃത്തി സ്ഥലവും താമസ സ്ഥലവും തമ്മിൽ 5 കിലോമീറ്റർ അധികമാണെങ്കിൽ 10% തുക കൂടി അധിക വേതനം. ഓർത്തിരിക്കുക, പ്രവൃത്തി സ്ഥലവും താമസ സ്ഥലവും തമ്മിൽ 5 കിലോമീറ്ററിൽ അധികമാണെങ്കിൽ 10% തുക കൂടി അധിക വേതനം ലഭിക്കും. പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ ലഭിക്കാനായിട്ടുള്ള അവകാശമുണ്ടാവും. പഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായ ഏതൊരു കുടുംബത്തിനും പേര് ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപേക്ഷാ ഫോറം പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ലഭിക്കും. അപേക്ഷിച്ച് 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ കാർഡ് ലഭിക്കും. നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ കാർഡ് ലഭിക്കും. ഒരു കുടുംബത്തിന് ഒരു കാർഡ് മാത്രമേ ലഭിക്കത്തുള്ളൂ. 5 വർഷമാണ് കാർഡിൻ്റെ കാലാവധി. തൊഴിലുറപ്പ് വേതനം ചോദിക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ചോദിക്കാറുണ്ട്. കേരളത്തിൻ്റെ ഇപ്പോൾ 369 രൂപയാണ്. ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്. 400 രൂപയാണ് നൽകുന്നത്. ഏറ്റവും കുറവ് നൽകുന്ന 2 സംസ്ഥാനങ്ങളാണുള്ളത്. അരുണാചൽ പ്രദേശും നാഗാലാൻഡും. 241 രൂപയാണ് വേതനം. അരുണാചൽ പ്രദേശിൻ്റെയും നാഗാലാൻഡിൻ്റെയും വേതനം 241 രൂപയാണ്. ഏറ്റവും കുറവ് വേതനം നൽകുന്ന സംസ്ഥാനങ്ങളാണ്. കേരളത്തിൻ്റെ നേരത്തെ 346 രൂപയായിരുന്നു. അപ്പോൾ എത്ര രൂപയാണ് വർധനവുണ്ടായത് എന്ന് ചോദിക്കാം. ഇപ്പോൾ 369 രൂപ 23 രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അടുത്തത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് അന്നപൂർണ. 65 വയസ്സിന് മുകളിലുള്ള ദരിദ്രരായിട്ടുള്ള അല്ലെങ്കിൽ ഉപജീവന മാർഗം കുറവുള്ളവർക്ക് BPL വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് 10 കിലോഗ്രാം ഭക്ഷ്യധാന്യം സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് അന്നപൂർണ. അപ്പം ആർക്കാണ് ഉള്ളത്? BPL വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്കാണ് എന്ന് ഓർക്കുക. അടുത്തത് അന്ത്യോദയ അന്ന യോജനയാണ്. BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. ഇതിന് തുടക്കം കുറിക്കുന്നത് 2000 ഡിസംബർ 25-നാണ്. ക്രിസ്മസ് ദിനത്തിൽ തുടക്കം കുറിച്ച പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. ഇത് തുടക്കം കുറിക്കുമ്പോൾ പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. അടുത്തത് PM കുസും പദ്ധതി. കാർഷിക ജലസേചനത്തിന് സൗരോർജ്ജം ഉപയോഗിക്കുന്നതിലൂടെ കർഷകർക്ക് അധിക വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് PM കുസും പദ്ധതി. PM കുസും പദ്ധതി എന്ന് പറയുന്നത് കാർഷിക ജലസേചനത്തിന് സൗരോർജ്ജം ഉപയോഗിക്കുന്നതിലൂടെ കർഷകർക്ക് അധിക വരുമാനം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. സൗരോർജ്ജം ഉപയോഗിക്കുന്നതിലൂടെ എന്തിനാണ്? കാർഷിക ജലസേചനത്തിന് വേണ്ടി സൗരോർജ്ജം ഉപയോഗിക്കുന്നതിലൂടെ കർഷകർക്ക് അധിക വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് PM കുസും പദ്ധതി. അത് നമ്മളിത് ചർച്ച ചെയ്തതാണ്. PM സൂര്യഘർ മുഫ്തി ബിജലി യോജന പദ്ധതിയുമായിട്ട് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത് എന്നുള്ളത്. അപ്പോൾ 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഇന്ത്യയിലെ വീടുകൾക്ക് സൗജന്യ വൈദ്യുതി നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് PM സൂര്യഘർ ബിജലി യോജന. എന്തിനു വേണ്ടിയുള്ളതാണ്? ഇന്ത്യയിലെ വീടുകൾക്ക് സൗജന്യമായിട്ട് വൈദ്യുതി നൽകാൻ വേണ്ടിയുള്ളതാണ്. ഇത് തുടക്കം കുറിക്കുന്നത് നരേന്ദ്രമോദിയാണ് 2024 ഫെബ്രുവരിയിൽ. ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് അർഹതപ്പെട്ടവർ ആരൊക്കെയാണ് എന്ന് നോക്കാം. അപേക്ഷകന് ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം.
അതുപോലെ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായിട്ടുള്ള മേൽക്കൂരയുള്ള ഒരു വീട് സ്വന്തമായിട്ട് ഉണ്ടാകണം. അപേക്ഷകന് സ്വന്തമായിട്ട് സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായിട്ടുള്ള മേൽക്കൂരയുള്ള വീടുണ്ടാകണം. വീടിന് സാധുവായ ഒരു വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ആ വീട്ടുകാർ സോളാർ പാനലുകൾക്ക് മറ്റ് സബ്സിഡി ഒന്നും നേടിയിട്ടില്ലാത്തവരുമായിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഈ പദ്ധതി പ്രകാരം വീടുകൾക്ക് മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് സബ്സിഡി നൽകും. അതെങ്ങനെയെന്ന് പറയാം. 2 കിലോവാട്ട് വരെ ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് സോളാർ യൂണിറ്റ് ചെലവിൻ്റെ 60% സബ്സിഡിയും 2 മുതൽ 3 കിലോവാട്ട് വരെ ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് അധിക സിസ്റ്റം ചെലവിൻ്റെ 40% സബ്സിഡിയുമായിരിക്കും ലഭിക്കുക. ഇന്ത്യയിലുടനീളമുള്ള 1 കോടി കുടുംബങ്ങൾക്ക് ഈ പദ്ധതി പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വൈദ്യുതി ചെലവിൽ പ്രതിവർഷം 75,000 കോടി രൂപ ലാഭിക്കാൻ പദ്ധതി സഹായിക്കുമെന്ന് കണക്കാക്കുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതി വൈദ്യുതി ചെലവിൽ പ്രതിവർഷം 75,000 കോടി രൂപ വരെ ലാഭിക്കാൻ വേണ്ടി സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ഉടനീളമുള്ള 1 കോടി കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതി പ്രയോജനം ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇതിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ തുടങ്ങിയ പദ്ധതിയാണ്. ശരിയാണ്. ഈ പദ്ധതി പ്രകാരം വീടുകളുടെ മുകളിൽ സോളാർ പാനൽ വെക്കാൻ സബ്സിഡി നൽകുന്നു. ശരിയാണ്. പദ്ധതി പ്രകാരം 1 കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതും ശരിയാണ്. അടുത്തത്, സോളാർ പാനൽ സ്ഥാപിക്കുന്നതിൻ്റെ മുഴുവൻ ചെലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു. അങ്ങനെയുണ്ടോ? മുഴുവൻ ചെലവും എന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് സൗഭാഗ്യ പദ്ധതിയാണ്. രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളിലുള്ള വൈദ്യുതീകരിക്കാത്ത വീടുകളിലും നഗരപ്രദേശത്തെ എല്ലാ പാവപ്പെട്ട വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകുന്ന പദ്ധതിയാണ്. സാർവത്രികമായിട്ടുള്ള വൈദ്യുതീകരണം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ പദ്ധതിയാണ് സൗഭാഗ്യ പദ്ധതി. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.